ഹലോ ബഡീസ്, വനവാസികൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ട്രക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ കാട്ടിൽ പോയി താമസിക്കുന്നവർക്ക് ഉണ്ടായിരുന്നു മുന്നൊക്കെ, ഇപ്പോൾ കുറേ ആയിട്ടില്ല. ഡ്രൈവിംഗ് ഫീൽഡൊക്കെ തിരഞ്ഞെടുത്ത കാരണം അങ്ങനെ വരാറൊന്നുമില്ല. അപ്പം അനിയന്മാരൊക്കെ കൂടിയിട്ട് നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയത്. നടന്നിട്ടൊന്നും നീങ്ങണില്ല ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ഇവിടേക്കാണ് നമ്മുടെ യാത്ര. കുറച്ച് ലോങ്ങാണ്. അങ്ങനെ ഒരു അരുവിയുടെ തീരത്തിൽ കൂടെയൊക്കെയാണ് നടന്നു പോകും. അവിടെ എത്തിയപ്പോഴേക്കും വെള്ളം തയ്ച്ചു. വെള്ളമൊക്കെ കുടിച്ച് പയ്യെ പോവാന്നൊക്കെ പറഞ്ഞ് വീണ്ടും മല കയറി. ചില കാട്ടിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആകാശമൊന്നും കാണാൻ പറ്റില്ല. മേലോട്ട് പോയി ആകാശമൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്കധികം കാട് പിടിച്ചു. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ വല്ല നിന്ന് കഴിഞ്ഞാൽ അറിയ പോലുമില്ല. അത്രയ്ക്ക് അടുപ്പിച്ച് കാടാണ്. അങ്ങനെ കുറച്ചുകൊണ്ട് നടന്നപ്പോഴേക്കും എൻ്റെ കാലിൽ ചെറിയൊരു അട്ട കടിച്ചു. അപ്പം അതിനൊക്കെ എടുത്ത് കളഞ്ഞ് 26/5/26 27/5/27 നമ്മൾ തിരിച്ചിറങ്ങുള്ളൂ. ഒരു ദിവസം കൊണ്ടൊന്നും നടന്നെത്തില്ല. അത്രയ്ക്ക് ലോങ്ങാണ്, അത്രയ്ക്ക് നടക്കാനും ഉണ്ട്. അങ്ങനെ കുറച്ച് നടന്ന് നോക്കുമ്പോഴേക്കും മഴക്കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പഴമാണ് കേട്ടത്. ഒരു പുളിപ്പൊക്കെ ആയ ഒരു രുചിയാണ് അതിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യൂ പോയിൻ്റാണ് കേട്ടത്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എൻ്റെ വീട് ഇതാ ഈ ആരോ മാർക്കിൻ്റെ ഇവിടെ കേട്ടോ. എത്ര ലോങ്ങാണ്. ഇന്നെന്തായാലും തിരിച്ചു പോക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടം, അവിടെ കൂടാന്ന് വിചാരിച്ചു. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായ വെള്ളച്ചാട്ടം. മലകൾക്കിടയിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വെള്ളമൊന്നും ഇല്ലാത്ത കാരണം ആകെ ശോകം പിടിച്ച് കിടക്കുക. പക്ഷെ മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. പച്ചവിരിച്ച് കിടക്കുന്ന മലകളും മേഘങ്ങളും. താഴെ പോയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ ഒന്നും അറിയില്ല. ഇവിടെ വന്നിരിക്കാൻ തന്നെ അടിപൊളിയാട്ടോ. ഒരു റിലാക്സിങ് മൂഡാണ്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ടും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും വേറെ ആർക്കും കൊണ്ട് പ്രവേശനമില്ല കേട്ടോ. അങ്ങനെ രാത്രിയൊക്കെ ആയി തീയൊക്കെ കൂട്ടി ഫുഡൊക്കെ അടിച്ച് നൈസിൽ കടന്നു ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.